ഇന്നത്തെ വീഡിയോ പച്ചത്തക്കാളിയെക്കുറിച്ചാണ്. ഇത് ഞാൻ എൻ്റെ ടെറസിൽ നട്ടു വളർത്തിയ പച്ചത്തക്കാളിയാണ്. അതിനകത്തിപ്പോൾ നിറയെ കായായി വന്ന് ഇത് കണ്ടില്ലേ, കായ പൂക്കളും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൂക്കളുണ്ട്. ഇതിൻ്റെയൊക്കെ കീഴിലൊക്കെ ആയിട്ടൊക്കെ നിൽപ്പുണ്ട്. പൂക്കളുമായി വരുന്നു. പൂക്കളെല്ലാം അതിനകത്തെല്ലാം കായായിട്ട്, കുഞ്ഞ് കായായിട്ട് ഇങ്ങനെ വരികയാണ്. പച്ചത്തക്കാളിക്ക് തോരൻ വെക്കാൻ ഒരുപാട് നല്ലതാണ്. പച്ചത്തക്കാളിക്ക് ഒത്തിരി മൂക്കുന്നതിന് മുമ്പേ പറിച്ച് തോരൻ വെക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇത് വെരിക്കോസിന് ഒരുപാട് നല്ലതാണ്. ഇത് വട്ടത്തിലരിഞ്ഞ് കെട്ടിവെക്കുന്നത് വെരിക്കോസിൻ്റെ രോഗമുള്ളവർക്ക് അതൊരു ആശ്വാസമാണ്. അതുപോലെ തന്നെ വേറെ ഒത്തിരി കറികൾ ഐറ്റംസൊക്കെ പച്ച ടൊമാറ്റോ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഒരുവിധമൊക്കെ ആയി വരുന്ന. ഇനി വേറെയുണ്ട്, കണ്ടില്ലേ, ഇത് പൂവൊക്കെ ആയി. ഇതിലെല്ലാം പൂവാണ്. ഇതിൻ്റെ കീഴിലൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്, ഇവിടെയൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. അതുപോലെ തന്നെ പൂക്കളുണ്ട്. ഇതൊക്കെ ഒരുവിധം വിളഞ്ഞെന്ന് തോന്നുന്നു. ചെറുതാണ്. നല്ല നേരത്തെ കുറച്ചുണ്ടായി. ഇപ്പം കുരങ്ങ് വന്ന് അതെല്ലാം കടിച്ചു മുറിച്ച് കളഞ്ഞു. അത് തിന്നത്തില്ല, അത് കൊച്ചതായിരുന്നപ്പോൾ അതെല്ലാം എടുത്ത് കടിച്ചു മുറിച്ച് കളയും, നശിപ്പിച്ച് കളയത്തേ ഉള്ളൂ. ഇപ്രാവശ്യം ഏതായാലും പിന്നെ ഇതുവരെയും വന്നില്ല. വരാതിരുന്നാൽ നല്ലതാണ്. കണ്ടില്ലേ, എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും ശരി, നമ്മൾ കടയിൽ നിന്ന് കാശ് കൊടുത്ത് എത്ര ഇത് മേടിച്ചെന്ന് പറഞ്ഞാലും ശരി, നമ്മൾ നട്ടുണ്ടാക്കുന്ന അതിന് ഭയങ്കരമായ ഒരു ടേസ്റ്റാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കെമിക്കൽസും ഒന്നും ചേർക്കാതെ, നമ്മളല്ലാതെ ശുദ്ധമായിട്ടുള്ള നല്ല വളങ്ങൾ മാത്രമല്ല ചേർക്കുന്നത്. വീട്ടിൽ ഉണ്ടാക്കുന്നത് പച്ചക്കറിയുടെ വേസ്റ്റുകൾ അങ്ങനെയൊക്കെയുള്ളത് മാത്രം ഇട്ട് ഉണ്ടാക്കുന്നതാകുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പൂക്കളുണ്ട്. അതെല്ലാം കൊല്ലയുടെ തയ്യാണ്. മുളകരിയുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. കണ്ടില്ലേ, എൻ്റെ ടൊമാറ്റോയുടെ പൂക്കൾ ഒക്കെ ആയിട്ട് ഇരിക്കുന്നത്.